പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അല്ല, എല്ലാത്തിലും ത്രില്ല് വേണമെന്ന് നമ്മളത് കണ്ടിരിക്കേണ്ട തിയേറ്ററിൽ. കോമഡി ആണെങ്കിൽ കോമഡി ത്രില്ലർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇഷ്ടമാണ്. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇതില് ഹാറൂൺ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ടാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്തത്, അതോ തിരക്കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ? ഈ കഥ തന്നെ കേട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും പപ്പയും മോസ്റ്റ്ലി പപ്പ നല്ല ആക്ഷന്റെ ഫാനാണ്. എനിക്ക് പിന്നെ ഇതിലെ ഇമോഷൻസ് ആയ ഫ്രണ്ട്ഷിപ്പ് ആയ കണക്ഷൻ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ യെസ്, കഥ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ, ഞാൻ ചിലപ്പോൾ ഒരു 10 കൊല്ലം കറങ്ങിയാലും എനിക്കൊരു പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഇത് ഏറ്റെടുത്തത്. വേറെ പാറ്റേണിൽ ത്രില്ലർ ആയിരിക്കും. അല്ല, എല്ലാത്തിലും ത്രില്ല് വേണമെന്ന് നമ്മളത് കണ്ടിരിക്കേണ്ട തിയേറ്ററിൽ. എല്ലാ കഥയ്ക്കും ഒരു ത്രില്ല് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പൊ അടുത്ത കഥയിൽ ഇപ്പൊ എന്ത് കുടുംബകഥയാണെങ്കിൽ അതിൽ ത്രില്ല് ഉണ്ടാവും. കോമഡി ആണെങ്കിൽ കോമഡി ത്രില്ലർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇഷ്ടമാണ്. കോമഡി ത്രില്ലറാണ് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത്. അത് എപ്പോൾ നടക്കും അറിയില്ല. ഇക്ക ഇങ്ങനെ ബ്രേക്സ് ഒക്കെ കിട്ടുമ്പോൾ ഇക്കയുടെ മൈൻഡില് ഇക്ക എഴുതിയ പല സ്ക്രിപ്റ്റ്സ് ഇങ്ങനെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കും. ഇക്ക നമുക്ക് സമയം കിട്ടുമ്പോൾ ഇക്ക തന്നെ ഇരുന്ന് മുറയെന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, നിങ്ങൾ പറഞ്ഞ പോലെ കോമഡി ത്രില്ലറിന്റെ ഇക്കടയിൽ തന്നെ ഉണ്ട്. ഇക്കടയില് കുറെ അധികം സ്ക്രിപ്റ്റ്സ് ഉണ്ട്, ഇങ്ങനെ പയ്യെ പയ്യെ ഒന്നൊന്നായിട്ട് വരുമല്ലേ ഇക്ക? ഒരു കുറെ കഥ ഡിസ്കസ് ചെയ്തതാണ്. അതിലിടയ്ക്ക് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ ജനറേഷനിലെല്ലാം കുറെ ആൾക്കാർ ഒരുമിച്ച് ചേർത്ത ഒരു പരിപാടി ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. നമ്മൾ പ്രൊഡക്ഷനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറെ കുറെ കഥകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മള് ഇതിന്റെ സക്സസ് മീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡയറക്ടറിനോട് ഒരു റിക്വസ്റ്റ് ആണ്. അദ്ദേഹം അടിപൊളിയായിട്ട് മിമിക്രി കാണിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഒരു സക്സസ് സെലിബ്രേഷനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് സിനിമ തുടങ്ങിയ മുതൽ തുടങ്ങിയത് അവസാനം വരെ നമ്മൾ ഓടിയാലും വേണോ വേണ്ട, നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലൊക്കേഷനിൽ കുറച്ച് സമയം എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടി അപ്പം വരും മൈക്കും കൊണ്ട്, അന്ന് മിമിക്രി അത് കാണിച്ചിട്ട്. ഇതിപ്പോ ഷൂട്ട് നടക്കുമ്പോഴും മിമിക്രി, അത് കഴിച്ചിട്ട് മിമിക്രി. ഇപ്പം അതാണ് 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 അപ്പൊ എല്ലാവരും കൈയടിച്ച് നന്നായിട്ട് ലൊക്കേഷനിൽ സുരാജേട്ടനും കൂടി ഉണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ട്. സക്സസിന്റെ ഭാഗമായിട്ട് ഇക്ക ഇത് ഈ വെഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ഈ പക്കമേളക്കാര് താലി കെട്ടുന്നതിന്റെ കുറച്ച് അപ്പുറത്ത് വന്ന് പക്കമേളക്കാരിരിക്കൂലേ, ഇരുന്നിട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ്, ഓരോ വാദ്യോപകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. കുറേ കാലമായിട്ട് ഞാൻ ചെയ്യാനായിട്ട് അത് തുരുമ്പിച്ചു തുടങ്ങി ഈ ഐറ്റം. അപ്പൊ ഈ ചെക്ക് ചെയ്യണ സമയത്ത് നാദസ്വരക്കാരപ്പുറത്തിരിക്കും, പക്കമേളക്കാരപ്പുറത്തിരിക്കും. അപ്പൊ തകില് വായിക്കുന്ന ആള് വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പുറത്ത് നാദസ്വരം വായിക്കുന്ന ആൾ അയാളുടെ ഒരു ഈ പിപിയിൽ ഇങ്ങനെ ഓലയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ചെയ്യും. അടുത്ത ഓലെടുത്ത് വെക്കും, വേറെ ഓലെടുത്ത് വെക്കും. മുന്നേ താലികെട്ടൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച ആരെയും കാരണന്മാർ പോയിട്ട് പൈസ നിർത്താൻ പറയുമ്പോഴേ ഇവർ നിർത്തുള്ളൂ. അത് ഒരേ വായിച്ചുകൊണ്ടിരിക്കും. വായിച്ച് ഈ ഓലയിൽ ഉമിനീരൊക്കെ നിറഞ്ഞിട്ട് ഇതിന്റെ ടോണൊക്കെ മാറും. ഇതേ